ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. 4ാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ അക്കൗണ്ടിങ് ഫോർ ബാങ്കിങ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ പല ആളുകളും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നോട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് അതിലേക്ക് നോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഉണ്ടാക്കുന്ന എല്ലാ പ്രോഫിറ്റും ഒരിക്കലും കമ്പനിക്ക് എടുക്കാനുള്ള പ്രോഫിറ്റ് അല്ല. നേരെ മറിച്ച് ആ പ്രോഫിറ്റിൽ നിന്നും ഒരു വിഹിതം കൃത്യമായിട്ടും ലൈഫ് ഇൻഷുറൻസിൻ്റെ ക്ലെയിം സെറ്റിൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട എമൗണ്ടും കൂടെ ഉണ്ട് അതിൽ. അതുകൊണ്ട് ലൈഫ് ഇൻഷുറൻസ് ഫണ്ടിൽ അങ്ങനെ മാറ്റി വെക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കണ്ടെത്തുന്ന ഒരു ഫണ്ടിനെ നമുക്ക് വേണമെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം എന്താണ് എന്നുള്ളത്. ഇറ്റ് ഈസ് എ ഫണ്ട്, ഇതൊരു ഫണ്ടാണ് മെയിൻറ്റെയിൻഡ് ബൈ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്. ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫണ്ടാണ്. എന്തിന്? ടു മീറ്റ് ഫ്യൂച്ചർ ക്ലെയിംസ്. ഫ്യൂച്ചർ ക്ലെയിമുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അത് പേ ചെയ്യണം, അത് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി മാറ്റി വെക്കുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫണ്ടാണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. എവിടെ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് എക്സസ് റവന്യൂ റെസീപ്റ്റ് ഓവർ റവന്യൂ പേയ്മെൻറ്റ്. കമ്പനിക്ക് കിട്ടുന്ന എല്ലാ റെസീപ്റ്റുകളും അതേപോലെ തന്നെ കമ്പനിക്ക് കിട്ടുന്ന എല്ലാ റവന്യൂ പേയ്മെൻറ്റുകളും കമ്പയർ ചെയ്യുമ്പോൾ അതിൽ എക്സസ് എത്രയാണോ റവന്യൂ പേയ്മെൻറ്റ് കിട്ടുന്നത്, റവന്യൂ റെസീപ്റ്റ് കിട്ടുന്നത് ഓവർ റവന്യൂ പേയ്മെൻറ്റ്, റവന്യൂ പേയ്മെൻറ്റിനേക്കാളും റവന്യൂ റെസീപ്റ്റ് എത്ര കിട്ടുന്നോ അതിൽ നിന്നുമാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി റവന്യൂ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകമാണ്, റവന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസാണ്. അപ്പോൾ എക്സ്പെൻസിനേക്കാളും ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്ട്രാ അതിന്ന് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പ്രോഫിറ്റ് നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നു എന്നർത്ഥം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ്, ഇതിനെ നമ്മളൊന്നും എന്തുകൂടെ അറിയും, അതിന് മറ്റൊരു പേരാണ് ലൈഫ് അഷ്വറൻസ് ഫണ്ട് എന്നോ അല്ലെങ്കിൽ ലൈഫ് ഫണ്ട് എന്നൊക്കെ നമുക്കതിനെ വിളിക്കാവുന്നതാണ്. എങ്ങനെയാണ് ലൈഫ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയുടെ ഫണ്ട് കഴിഞ്ഞ വർഷത്തെ ഫണ്ടുകൾക്ക് കുറേ റവന്യൂ റെസീപ്റ്റ് ആഡ് ചെയ്യും, കുറേ റവന്യൂ പേയ്മെൻറ്റുകൾ ലെസ് ചെയ്യും ചെയ്യുക എന്നുള്ളതാണ്. ഇൻകമൊക്കെ ആഡ് ചെയ്യുക, എക്സ്പെൻസസ് ഒക്കെ ലെസ് ചെയ്യുക, അതാണ് സംഭവം. അപ്പോൾ എങ്ങനെ തുടങ്ങുകയെന്ന് വെച്ചാൽ, കമ്പനി ഒരു പുതുതായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണെങ്കിൽ അതിന് ഓപ്പണിങ്ങിൽ കുറച്ച് ലൈഫ് ഫണ്ട് ഉണ്ടാവും. ആ ലൈഫ് ഫണ്ടിലേക്ക് റവന്യൂ റെസീപ്റ്റുകളായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ആഡ് ചെയ്യുക. അതിനുശേഷം റവന്യൂ പേയ്മെൻറ്റുകൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഫണ്ടിനെയാണ് നമ്മൾ ലൈഫ് ഫണ്ട് എന്ന് പറയുക. അപ്പോൾ റവന്യൂ റെസീപ്റ്റ് എന്തൊക്കെയാണ്? കമ്പനിക്ക് കിട്ടുന്ന ഇൻകം ഒക്കെ റവന്യൂ റെസീപ്റ്റാണ്. കമ്പനി പേ ചെയ്യുന്ന എക്സ്പെൻസസ് ഒക്കെ, അതായത് ഇൻഷുറൻസ് റിലേറ്റ് ചെയ്ത എക്സ്പെൻസൊക്കെ റവന്യൂ പേയ്മെൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ പ്രീമിയം കിട്ടിയാൽ കമ്പനിക്ക് അതൊരു ഇൻകമാണ്, അത് നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ കമ്പനി ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് ഇൻകം വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിൽ നിന്നും അക്രൂഡ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടാൻ കുറച്ചും കൂടെ ബാലൻസ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, അത് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ പ്രീമിയത്തിലും കിട്ടാൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, അതാണ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം. നമുക്ക് കിട്ടാനുണ്ടെങ്കിലും അതും എന്താണ്? ഇൻകത്തിലാണ് വരേണ്ടത്. അപ്പം പ്രീമിയം റിസീവ് ചെയ്തത് ആഡ് ചെയ്യണം, അതിലിനി കിട്ടാൻ ബാലൻസ് ഉള്ളത് ആഡ് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം കിട്ടിയത് ആഡ് ചെയ്യണം, അതുപോലെ കിട്ടാൻ ബാലൻസ് ഉള്ളത് ആഡ് ചെയ്യണം. പിന്നെ ക്ലെയിം കവേർഡ് അണ്ടർ ഇൻഷുറൻസിലെ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇൻഷുറൻസ് സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുക, അങ്ങനെ സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഇൻഷുറൻസിൽ ക്ലെയിം നമുക്ക് ഇങ്ങോട്ട് കിട്ടും അല്ലേ? അങ്ങനെ കിട്ടുന്ന ഇൻഷുറൻസിൽ ക്ലെയിംസ് കവേർഡ് അണ്ടർ ഇൻഷുറൻസ്, അത് നമുക്ക് ഇൻകാണ്. ഇൻഷുറൻസ് മറ്റൊരു കമ്പനി നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ക്ലെയിം എന്താണ്? ഇൻകാണ്. എന്നാൽ സാധാ ക്ലെയിം എന്താ? അത് എക്സ്പെൻസാണ്. പക്ഷേ ഇൻഷുറൻസിലൂടെ ക്ലെയിം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇൻകാണ്. ഇനി ബോണസ് ഇൻ റിഡക്ഷൻ യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കുക, അത് നമ്മൾ ഇൻകമാണ്, അതുപോലെ തന്നെ അത് എക്സ്പെൻസുമാണ്, രണ്ട് സൈഡിലും വേണം. കാരണം എന്താ? പ്രീമിയം ആയിട്ട് നമുക്ക് കിട്ടേണ്ട മുഴുവൻ എമൗണ്ടിൽ നിന്നും ഡിസ്കൗണ്ട് കൊടുത്ത എമൗണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മളത് ഇൻകമായിട്ട് ആഡ് ചെയ്യും, എന്നിട്ട് അത് എക്സ്പെൻസ് ആയിട്ട് ലെസ് ചെയ്യും. അതിന് പകരം വേണമെങ്കിൽ ഇൻകത്തിൽ നമ്മൾ ആഡും ചെയ്യേണ്ട, എക്സ്പെൻസിൽ നമ്മൾ അതും ചെയ്യേണ്ട, രണ്ടും ചെയ്യാതെ ഒഴിവാക്കി പോവാം. കാരണം ക്ലെയിം നമുക്ക് കിട്ടേണ്ട പ്രീമിയം എമൗണ്ട് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുമ്പോൾ അതിൽ നിന്നും നമ്മളെന്ത് ചെയ്യാണ്? ഈ ഒരു ബോണസ് എമൗണ്ട് നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ലേ. അപ്പോൾ കൂട്ടുക കുറക്കുക വേണ്ട,
രണ്ട് സ്ഥലത്തു നിന്നും ഒഴിവാക്കി പോകാനും പറ്റും എന്നാണ് ഉദ്ദേശിച്ചത്. ഇൻകമായി കാണിക്കേണ്ട, എക്സ്പെൻസായി കാണിക്കേണ്ട. കാരണം ഇവിടെ ആഡ് ചെയ്യുന്നു, ഇവിടെ ലെസ് ചെയ്യുന്നു. അതിന് പകരം ഇവിടെ ആഡും ചെയ്യേണ്ട, ഇവിടെ ലെസ്സും ചെയ്യേണ്ട, അങ്ങനെ ഒഴിവാക്കിയിട്ട് പോകാനും പറ്റും എന്നുള്ളതാണ്. ഇത് ഒരേ സമയം ഇൻകം ആണ്, ഒരേ സമയം എക്സ്പെൻസും ആണ് എന്ന് മനസ്സിലാക്കുക. കാരണം പ്രീമിയത്തിൽ കിട്ടാനുള്ളതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്കൗണ്ട് കൊടുക്കുന്നതായതുകൊണ്ട്. പല കമ്പനികളിലും നിങ്ങൾ കണ്ടിട്ടില്ലേ, പല സെയിൽസ് ബില്ലും എങ്ങനെ ഉണ്ടാവുക, 1000 രൂപയുടെ സെയിൽ നടന്നു, എന്നിട്ട് പിന്നെ 20 രൂപ ഡിസ്കൗണ്ട് കാണിച്ചിട്ട് എന്ത് ചെയ്യും, 980 എന്ന് കാണിക്കും അല്ലേ. അതിന് പകരം ആദ്യം ഈ 1000 നെയ്താതെ 950 നെയ്തിയാൽ പോരെ. അപ്പോൾ ആ രണ്ട് രീതിയിലും ചെയ്യാം. അതേ പണിയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രീമിയം എന്ന് പറഞ്ഞിട്ട് 1000 എഴുതി, പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ 950 എഴുതി, ഇനി അതിൽ ഇവിടെ ബോണസ് എന്ന് പറഞ്ഞിട്ട് 20 എഴുതി. അപ്പോൾ എത്രയായി, ടോട്ടൽ 1000 ആയി. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, ക്ലെയിം ഇവിടെ ഈ 20 കുറക്കും ചെയ്യാം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ ഇങ്ങനെ എഴുതണ്ട, ഇവിടെ 950 എഴുതി, ഇവിടെ ഈ 1000 ഈ 20 എഴുതാതെ എന്നാൽ ഓട്ടോമാറ്റിക്കലി എന്തായി മാറും, രണ്ടിടത്തുമില്ലാതെ എഫക്റ്റ് 20 മാറും. നിങ്ങൾ പത്രമൊന്നും കൂലങ്കശമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ ബോണസ് 2 സ്ഥലത്തും എഴുതുക, അല്ലെങ്കിൽ 2 സ്ഥലത്തും എഴുതാതിരിക്കുക. ഓക്കെ, ഇത് ഇൻകം ആണ്, എക്സ്പെൻസും ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി റവന്യൂ പേയ്മെൻ്റ് ഉണ്ട്. റവന്യൂ പേയ്മെൻറ്റിൽ എന്താ വരിക, ക്ലെയിം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. ക്ലെയിം ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതും പേയ്മെൻറ്റിൻ്റെ എക്സ്പെൻസിൻ്റെ ഭാഗമാണ്. ഇനി മറ്റു എക്സ്പെൻസസ് വല്ലതുണ്ടെങ്കിൽ അത് എഴുതണം. പിന്നെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ പ്രീമിയം പേയബിൾ അണ്ടർ റീഇൻഷുറൻസിൽ നമ്മൾ പ്രീമിയം പേ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, എക്സ്പെൻസാണ്. സാധാരണ പ്രീമിയം നമുക്ക് ഇൻകം ആണെങ്കിൽ റീഇൻഷുറൻസിൽ നമ്മൾ പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, എക്സ്പെൻസാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയും കുറച്ചും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഫണ്ട് കിട്ടും. ഇതാണ് ലൈഫ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്തു നോക്കാമെന്നുള്ളതാണ്. എക്സാമ്പിൾ 1. ഇത് ഞാൻ ബോണസ് ഇൻ യൂട്ടിലൈസേഷൻ ഓഫ് ഇതിൻ്റെ കാര്യം ഇവിടെ നോട്ട് കൊടുത്തതാണ്. ഞാൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. കോൺട്രാക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം, ആഡും ചെയ്യണം ലെസ്സും ചെയ്യണം, ആഡും ചെയ്യണം ലെസ്സും ചെയ്യണം. എന്നാൽ അതിന് പകരം ആൾട്ടർനേറ്റീവ്ലി ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. നീദർ ആഡ് നോർ ഡിഡക്റ്റ്. ആഡും ചെയ്യേണ്ട ലെസ്സും ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എക്സാമ്പിൾ 1ൽ എന്താ ഉള്ളത് നോക്കി നോക്കൂ, എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ലൈഫ് ഫണ്ട്, റവന്യൂ അക്കൗണ്ട് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഷോസ് എ ഫണ്ട്. എത്രയുണ്ട്, ഈ ഫണ്ട് തന്നിട്ടുണ്ട് 62,21,330 ഈ ഡേറ്റിന്. ബിഫോർ ടേക്കിംഗ് ദ ഫോളോയിങ് ഇൻ ടു കൺസിഡറേഷൻ, ക്ലെയിം കവേർഡ് അണ്ടർ റീഇൻഷുറൻസിലെ ക്ലെയിം അതെന്താ, ഇൻകം ആണോ എക്സ്പെൻസ് ആണോ, നിങ്ങളെ മനസ്സിലുണ്ടാവണം. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്താണ്, ഇൻകം ആണോ അതല്ല എക്സ്പെൻസ് ആണോ നോക്കണം. അതുപോലെ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ സെക്യൂരിറ്റീൻ്റെ മേൽ ഇൻട്രസ്റ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം എന്താണ് നമ്മൾ എടുത്തുണ്ടാവണം. ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്, ഇതെന്താണ്, ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളോട് ഫണ്ട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം പെട്ടെന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ 8 മണിയായി, 8 മിനിറ്റ് ആയില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ കാൽക്കുലേഷൻ ഓഫ് ലൈഫ് ഫണ്ട്. ഓക്കെ, ലൈഫ് ഫണ്ടിൻ്റെ കാൽക്കുലേഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ പോലെ ഒരു അക്കൗണ്ടൊക്കെ വരയ്ക്കുക. ആ അക്കൗണ്ടിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ പെർട്ടിക്കുലേഴ്സ് തൽക്കാലം എഴുതാം. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. എന്നിട്ട് ആദ്യം ഓപ്പണിംഗ് ലൈഫ് ഫണ്ട് എന്താവും, നമ്മുടെ അടുത്ത് ലൈഫ് ഫണ്ട് എത്ര ക്വസ്റ്റ്യനിൽ തന്നെ ഇതവിടെ ലൈഫ് ഫണ്ട് 62,21,310. അത് ഞാൻ ഈ കോളത്തിൽ എഴുതി, 62,21,310. ഇനി ആഡ് റവന്യൂ റെസീപ്റ്റ്സ് ഏതൊക്കെയാണ് ഇതിൽ വരുന്ന റവന്യൂ റെസീപ്റ്റ്സ്? ഒന്നാമത്തത് ദ ക്ലെയിം കവേർഡ് അണ്ടർ റീഇൻഷുറൻസ്, അതുപോലെ തന്നെ ബോണസ് ഇൻ യൂട്ടിലൈസേഷൻ, അത് ഇൻകം ആണ് എക്സ്പെൻസും ആണ്. പിന്നെ ഇൻട്രസ്റ്റ് അക്രൂഡ്, ഓക്കെ, അതുപോലെ തന്നെ പ്രീമിയം
ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ഇതെല്ലാം ഇങ്കാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. അതെന്താണ്, ക്ലെയിം കവേർഡ് അല്ലേ, ക്ലെയിം ഫുള്ള് ഇതാണ്. ഞാൻ ക്ലെയിം കവേർഡ് അണ്ടർ റീ ഇൻഷുറൻസ് എത്ര വരുന്നത്, 12,000 ആണെന്ന ഓർമ്മ. അതുപോലെ തന്നെ ഇനി ബോണസ് എഴുതും ചെയ്യുക, എഴുതാതിരിക്കും ചെയ്യുക. ഞാൻ തൽക്കാലം എഴുതുന്നുണ്ട്. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്നൊക്കെ ഉണ്ടാവും. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എത്ര എമൗണ്ട്, അത് 4,500 ആണ്. ഇനി എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ സെക്യൂരിറ്റി രണ്ടും ഒന്ന് തന്നെയാണ്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എത്ര, 8,260. പിന്നെ ഒരു പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് അതെത്ര വരുന്നത്, 5,410. 12ഉം 4,500ഉം 16,500, 16,500ഉം 8ഉം 24,500. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് വരുമ്പം 5,410ഉം ചേർത്ത് വരുമ്പോൾ എത്ര വരും, 16,500, 16ഉം 24,500, 24 കാൽക്കുലേറ്റ് ചെയ്തിട്ട് തെറ്റണ്ട, ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. 12,000 4,500 പിന്നെ 8,260 അല്ലേ. ദെൻ 5,410, 30,170, 30,170 കേട്ടോ, 30,170 പിന്നെ അതിന് ശേഷം ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നടക്കട്ടെ, ബാക്കി പിന്നെ റെഡിയാക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് എന്താണ്, ഒന്നാമത്തെ ലെസ് എന്താ, ബോണസ് ഇൻ യൂട്ടിലൈസേഷൻ ഓഫ് റിഡക്ഷൻ, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ഉണ്ട്. അപ്പോൾ ലെസ് ടൈം ആദ്യം എഴുതിയൊക്കെ ആയിരുന്നു അല്ലേ. ലെസ് ബോണസ്, ലെസ് എന്താണ്, റവന്യൂ പേയ്മെൻറ്റ്സ് അതിൽ ഒന്നാമത്തെ എന്താണ്, ഒന്നാമത്തെ റവന്യൂ പേയ്മെൻറ്റ് എന്താണ്, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം 4,500 വരും. പിന്നുള്ളത് എന്താ, അവിടെ ക്ലെയിം എന്തോന്നുണ്ടായിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം അല്ലേ, ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം അത് 26,500 ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം എന്നാണ്. ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം 26,500, 4,500ഉം 26,500 എന്ന് പറഞ്ഞാൽ 31,000. അപ്പോൾ നമ്മൾ ഫൈനലി എന്ത് വരും, ലൈഫ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലെസ് ചെയ്യാനുള്ളതായതുകൊണ്ട് ഒരു ബ്രാക്കറ്റിലിട്ടിട്ടുണ്ട്. 62 ഇതിലേക്ക് ആഡ് ചെയ്ത് വരുമ്പം 62,20,480 വരും. ഇതാണ് ലൈഫ് ഫണ്ട്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തുക. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇതേപോലെ ആൻസർ ചെയ്ത് 5-6 മാർക്കിന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ.